2014 മോദി സർക്കാർ അധികാരത്തിൽ വന്നതു മുതൽ രാജ്യത്തിന്റെ വളരെ വേഗത്തിലുള്ളതും സ്ഥിരത ഉള്ളതുമായ വികസനയുഗത്തിലാണ് ആരംഭമായതെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. മോദി സർക്കാരിന്റെ 12ാം വാർഷികത്തിന്റെ ഭാഗമായി കോട്ടയം വെസ്റ്റ് ഈസ്റ്റ് ജില്ലാ കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിൽ നടന്ന വികസന സങ്കല്പ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കേരളം പോലുള്ള സംസ്ഥാനങ്ങൾക്ക് ഈ വികസനം പരിചയം ആകുന്നത് ദേശീയപാതാ വികസനവും വന്ദേ ഭാരത് പോലുള്ള ആധുനിക റെയിൽവേ വികസനവുമൊക്കെയാണ്. എന്നാൽ ഇത്രയും വാർത്താ പ്രാധാന്യം ലഭിക്കാതെ ഒട്ടനവധി ജനക്ഷേമ പദ്ധതികൾ കേരളം ഉൾപ്പെടെ രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലെയും അവസാന പൌരനും ലഭ്യമാകുന്നു എന്നത് അഭിമാനപൂർവമായ നേട്ടമാണ്. ടൂറിസം മേഖലകളിൽ സ്ഥിരപരിചിതമല്ലാത്ത സ്വദേശ ദർശൻ പോലുള്ളവ പദ്ധതികളും ധനമന്ത്രാലയത്തിന്റെ കീഴിൽ വരുന്ന പുതിയ ടൂറിസം പദ്ധതികൾ, ആരോഗ്യ മേഖലയിലെ ആയുഷ്മാൻ ഭാരത് പദ്ധതി തുടങ്ങി ഒട്ടനവധി പദ്ധതികൾ നിലവിലുണ്ട്. നിർഭാഗ്യവശാൽ കേരളത്തിൽ ഇതിൽ പലതും നടപ്പാകുന്നില്ലെന്നത് ഒരു യാഥാർത്ഥ്യമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ദർശൻ ഇങ്ങനെയുള്ള പദ്ധതികളിലൂടെ ഇപ്പോൾ കേന്ദ്ര ധനമന്ത്രാലയത്തിന്റെ പിന്തുണയോടെ പുതിയ ടൂറിസം പദ്ധതികൾ, അങ്ങനെ ഓരോ മിനിസ്ട്രി എടുത്തു കഴിഞ്ഞാൽ ആരോഗ്യ രംഗത്താണെങ്കിൽ ആയുഷ്മാൻ ഭാരത്, ഇതൊന്നും ഇഫക്റ്റീവായിട്ട് കേരള ജനതയുടെ ജീവിതത്തിൽ സംഭവിക്കുന്നില്ല എങ്കിൽ വിമർശനത്തിന് എടുക്കുന്ന മെറ്റീരിയൽ ഇതൊക്കെയാണ്. എയിംസ് കേരളത്തിൽ ആരംഭിക്കാൻ സ്ഥലം നൽകും എന്ന് നമ്മുടെ ആരോഗ്യമന്ത്രി പ്രഖ്യാപിച്ചുവെങ്കിലും കൃത്യമായ നടപടിക്രമം ഇതുവരെ ആരംഭിച്ചിട്ടില്ലെന്നും സുരേഷ് ഗോപി കൂട്ടിച്ചേർത്തു. കേന്ദ്ര പദ്ധതികളെക്കുറിച്ച് BJP സംസ്ഥാന ഉപാധ്യക്ഷൻ ഷോൺ ജോർജ് വിശദീകരിച്ചു. BJP കോട്ടയം വെസ്റ്റ് ജില്ലാധ്യക്ഷൻ ലിജിൻ ലാൽ അധ്യക്ഷനായി. മധ്യമേഖല ഉപാധ്യക്ഷൻ TN ഹരികുമാർ, പൂഞ്ഞാർ തെക്കേക്കര ഗ്രാമപഞ്ചായത്ത് അധ്യക്ഷയും കോട്ടയം ഈസ്റ്റ് ജില്ലാ ജനറൽ സെക്രട്ടറിയുമായ മിനർവ മോഹൻ, S രതീഷ്, ലാൽകൃഷ്ണ, അഖിൽ രവീന്ദ്രൻ, സംസ്ഥാന സമിതി അംഗം നാരായണൻ നമ്പൂതിരി, ജില്ലാ ഉപാധ്യക്ഷൻ അരുൺ മൂലേടം തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടയം.